ഹലോ, ജെ ഫോർ ജേണിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഓൾഡ് ദോഹ പോർട്ടിലാണ് കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇന്ന് ഈ ഫ്രൈഡേ ആയതുകൊണ്ടും പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ട്രാഫിക്കായിരുന്നു വഴിയിൽ മുഴുവൻ. പിന്നെ നാളെ കൈറ്റ് ഫെസ്റ്റിവൽ അവസാനിക്കുന്ന ഡേറ്റാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട് അവിടെ. മാളൂട്ടി ഇതേ അതിൻ്റെ ഇടയിൽ അപ്പോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എപ്പോഴെത്താ, നമ്മൾ എന്താ പോവാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയധികം ട്രാഫിക്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റിൻ്റെ ദൂരം ഇവിടേക്കേ ഉള്ളൂ, പക്ഷേ ഇത്രയും ട്രാഫിക് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് കാരണം പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് സ്വത്ത് ഞങ്ങളെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് ഇറക്കിയിട്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടോ. അപ്പോൾ അതേ ജോക്കുവിൻ്റെ മുഖത്ത് കണ്ട ആ കൈറ്റ്സിൻ്റെ അടുത്ത് എത്തിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ മുഖത്ത് കണ്ട എക്സ്പ്രഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ അവിടെ എത്തി. അപ്പോൾ അതേ അതിനടുത്ത് തന്നെയാണ് ഈ പ്ലേ ഏരിയ ഉള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ പ്ലേ ഏരിയ കണ്ടപ്പോൾ ജോക്കുവിനും മാൾട്ടിക്ക് അവിടെ കയറണം എന്നായിട്ടാണ്. പ്ലേ ഏരിയയിൽ എൻട്രി ഫീസ് ഉണ്ട്, പക്ഷേ കൈറ്റ് ഫെസ്റ്റിവലിൽ ഇവിടുത്തെ ടൈമിംഗ് അനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. ജോക്കുനും മാൾട്ടിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയാലും ആനിമൽസിൻ്റെ ആയാലും ഒരുപാട് കൈറ്റ്സുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നിനും കാണുമ്പോൾ എക്സ്പ്രഷൻ ഓരോ തരത്തിലുള്ളതായിരുന്നു. പല രൂപത്തിലും നിറത്തിലുള്ള ഒരുപാട് കൈറ്റ്സുകൾ ഇങ്ങനെ ആകാശത്ത് പാറി പറക്കണം നോക്കി ഞങ്ങൾ കുറേ നേരം നിന്നു കേട്ടോ. ദേ ജോക്കുനും മാൾട്ടിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്, എനിക്കും തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കോട്ട് എടുക്കാനായിട്ട് മറന്നു. നല്ല തണുപ്പുള്ള സമയമാണ്, ഒപ്പം കാറ്റും കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ജോക്കുനും മാൾട്ടിക്കും ഭയങ്കരമായിട്ട് ഈ കൈറ്റ് ഫെസ്റ്റിവൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെ കൈറ്റ്സ് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പാറി പറക്കണ കാണുമ്പോൾ അത് അവരെ സംബന്ധിച്ചൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. നമുക്കായാലും ഇതിങ്ങനെ നിറയെ ഒരുപാട് കൈറ്റ്സുകൾ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ കാറ്റത്തും ഇങ്ങനെ പാറി പറക്കണ കാണുമ്പോൾ നമുക്കും കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു ഭംഗിയൊക്കെയാണ് കേട്ടോ. ഇതിങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഒരുപാട് കൈറ്റ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജോക്കുവിൻ്റെ ഫേവറേറ്റ് കൈറ്റ്സ് കാണുമ്പോൾ അവൻ അതിനെക്കുറിച്ച് എന്നോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാളൂട്ടി പിന്നെ കൈറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ ഇടയിൽ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവളുടേതായ രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈറ്റ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ കടലിലെ കാഴ്ചകളൊക്കെ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അതിൽ കൂടെ ബോട്ടും ഷിപ്പും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. സ്വത്ത് കാറൊക്കെ പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഒരുപാട് നേരമായി. സ്വത്ത് കാറ് പാർക്ക് ചെയ്ത് വരുന്നവരെ 2 പേരും അവിടെ നല്ല ഓടി കളിക്കലായിരുന്നു കേട്ടോ. അത് കാരണം കുറച്ച് നേരത്തേക്ക് തണുപ്പിൻ്റെ കാര്യം 2 പേരും മറന്നുപോയി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ സ്വത്ത് വന്ന് ഞങ്ങളെല്ലാവരും കൂടി അടുത്ത പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ചുറ്റും കുറേ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് ഈ പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ മ്യൂസിക് ഫൺ പ്രോഗ്രാംസ് ഉണ്ട്, ലൈവ് ഷോകളുണ്ട്, പിന്നെ കാർണിവൽ ഗെയിംസ് ഉണ്ട്, ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. കുട്ടികൾക്ക് സ്വയം കൈറ്റ്സ് ഉണ്ടാക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടത്തിനുള്ള കൈറ്റ്സ് ഉണ്ടാക്കി കളിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഇതാ രാത്രിയായി, ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തു. അപ്പോൾ കൈറ്റ്സൊക്കെ കാണാനായിട്ട് വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫെസ്റ്റിവലായിരുന്നു കേട്ടോ ഈ കൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്.
അപ്പോൾ കുറേ നേരം ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിത് അവിടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കൈറ്റ്സ് മേടിക്കാം, പിന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സുകളും സാധാരണ ഫെസ്റ്റിവൽ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അതിലെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തു നോക്കി നിന്നു. രാത്രി ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. ജോക്കും മാളുട്ടിയും വന്നപ്പോൾ മുതൽ ഇതാ ഈ ഒരു ഏരിയയിൽ പോയി കളിക്കണം എന്നാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം അവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. ഞങ്ങൾ തണുപ്പും ഒക്കെ ആയതുകൊണ്ട് അവിടെ കയറാൻ പോയില്ല. പകരം ഞങ്ങൾ കാർണിവൽ ഗെയിംസിൽ 1-2 ഐറ്റത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടിക്കറ്റ് എടുത്തു. ഒരു സെറ്റ് ഗെയിം കളിക്കാനായിട്ടുള്ള ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് 10 റിയാലാണ്. അപ്പം ഞങ്ങൾ 2 സെറ്റ് ഗെയിം കളിക്കാനുള്ള ടിക്കറ്റ് എടുത്തു കേട്ടോ. ഒരു ഗെയിം ഞാനും സ്വത്തും കളിക്കാമെന്ന് വിചാരിച്ചു, വേറൊന്ന് മാളുട്ടിയും ജോക്കും കൂടി കളിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞങ്ങൾ ടോസ് ദ ബോൾ എന്ന് പറഞ്ഞ ഗെയിം കളിക്കാനായിട്ട് വന്നത് കേട്ടോ. ജോക്കും മാൾട്ടിയും കൂടിയാണ് അത് കളിച്ചത്. ചുമ്മാ ഒരു ഫണ്ണ് കേട്ടോ, അത്രമാത്രം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ആ പ്ലേ ഏരിയയിൽ കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം 2 പേർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ അതാ 175, 50, 25 എന്നൊക്കെ പറയുന്ന ഹോളിലേക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ബോൾ എറിഞ്ഞ് വീഴ്ത്തണം, അതായിരുന്നു ഗെയിം. അപ്പോൾ അതാ ജോക്കും മാളും നല്ല പോലെ ട്രൈ ചെയ്തു. 5 ബോളാണ് കേട്ടോ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് അവർ തരുന്നത്. അപ്പോൾ അടുത്തത് സ്മാഷ് ദ ക്യാൻ എന്ന് പറഞ്ഞ ഗെയിം കളിക്കാനായിട്ട് ഞാനും സ്വത്തും കൂടി നിന്നു കേട്ടോ. ബോൾ എറിഞ്ഞ് ആ ക്യാൻ മുഴുവൻ വീഴ്ത്തുക എന്നുള്ളതാണ് ഈ ഗെയിമിലെ ടാസ്ക്. ജോക്കുരും മാൾട്ടിക്കും ഗെയിമിൽ പങ്കെടുത്തപ്പോൾ പ്ലേ ഏരിയയിൽ പോകാത്ത വിഷമം കുറച്ചൊന്ന് കുറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കൈറ്റ് ഫെസ്റ്റിവലിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അരമണിക്കൂർ നടന്നിട്ട് വേണം നമുക്ക് കാർ പാർക്കിങ്ങിൽ എത്താൻ. നടക്കുക എന്ന് പറയുന്നത് ജോക്കുനെയും മാൾട്ടിനെ സംബന്ധിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിലാണ് കേട്ടോ മാളുട്ടി ഈ ഒരു കാഴ്ച കണ്ടത്. ഇതിനെ കണ്ടോടുകൂടി മാളുട്ടി അതിനെ തൊട്ടും തലോടിയൊക്കെ കുറച്ച് നേരം അങ്ങനെ നിന്നു അവിടെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.